ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. റോമലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള ഭാഗങ്ങളിൽ, ആകയാൽ നാം എന്തു പറയുന്നു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളും ഇല്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു. ഈ ഭാഗം ധന്യനായ പൗലോസ് ഇവിടെ എടുത്ത് പറയുന്നതിൻ്റെ കാരണം, എൻ്റെ തൊട്ടു മുകളിൽ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് പറയുകയും യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്താണ് പറയുന്നത്, ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളും ഇല്ല. പ്രിയരെ, അനീതിയല്ല, ദൈവത്തിൻ്റെ പക്കൽ അനീതിയില്ല, നീതിയേ ഉള്ളൂ. പക്ഷേ അടുത്ത വാക്കാണ്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് ദൈവത്തിന് കരുണ തോന്നും. അർഹതയില്ലാതെ കിട്ടുന്നൊരു ദാനം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കുടുംബ പശ്ചാത്തലവും അപ്പൻ്റെ അമ്മയുടെയും പാരമ്പര്യവും നമ്മുടെ സമ്പത്തിൻ്റെ ലിസ്റ്റും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ തകർച്ചയും ഇതൊന്നും കണ്ടിട്ടൊന്നുമല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. ഇതൊന്നുമല്ല വാഗ്ദത്തവും. വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ലോകത്ത് വലിയ സമ്പന്നനാക്കുക എന്നുള്ളതൊന്നുമല്ല. ഈ ഭാഗം വായിക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഇവിടെ വലിയ സംഭവമാക്കി തീർക്കാന്ന് പറയുന്നതൊന്നുമല്ല വാഗ്ദത്തം. വാഗ്ദത്തം എന്ന് പറയുന്നത് കൈപ്പണിയല്ലാത്തതായ ഒരു നിത്യഭവനമുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ദൈവം ദാനമായിട്ട് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ജീവിതം. ആ ഭവനത്തിന് അവകാശിയാകുവാൻ നമ്മളെ ഒരുക്കുന്നതാണ് പ്രിയരെ വാഗ്ദത്തം. അതിനെക്കുറിച്ച് പറയുകയാണ്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് കർത്താവ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സന്ദേശം കേൾക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രിയരെ, ഈ കർത്താവിനെ മുറുകെ പിടിച്ചിട്ട് ഈ മഹത്വത്തെ അറിഞ്ഞിട്ട് ജാതികളായിരുന്ന നമ്മെ, വചനം പറയുന്നുണ്ട്, കാട്ടൊലുവായിരുന്ന നമ്മെ വെട്ടിയെടുത്ത് നാട്ടൊലുവിനോട് ചേർത്തൊട്ടിക്കാൻ ദൈവത്തിന് മനസ്സലിവ് തോന്നി. നമ്മളെ കുടുംബത്തിനകത്ത് എത്രയോ പേരുണ്ട്, ബന്ധത്തിനകത്ത് എത്രയോ പേരുണ്ട്. ആർക്കും ലഭിക്കാത്ത വലിയ ഭാഗ്യത്തിനകത്ത് പ്രവേശിച്ചവരല്ലേ നമ്മൾ. എന്നാൽ ആ ഭാഗ്യത്തിനകത്ത് നിൽക്കുമ്പോഴും ഒന്ന് തിരിച്ചറിയണം, ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവരെക്കുറിച്ചൊരു ദുഃഖം. പൗലോസ് ഇതേ അധ്യായത്തിൻ്റെ 1-ാമത്തെ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ ദുഃഖവും പ്രയാസമുണ്ട്. പ്രിയരെ, ജീവിതത്തിനകത്ത് ഈ സന്തോഷത്തിനകത്ത് കരുണയോടെ കയറി നിൽക്കുമ്പോൾ ഈ കരുണ അനേകർക്ക് ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയും നമുക്ക് ലഭിച്ചതിന് നന്ദി പറയുകയും ചെയ്ത് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.